أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. آمين آمين. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഇന്നലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമായിരുന്നു. ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ആൻസർ പറയുക എന്നുള്ളത് മാത്രമാണ് ഇന്നലെ ഉണ്ടായിരുന്നത് അല്ലേ? ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങളോട് ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ്. ഓക്കെ, നിങ്ങൾ പിന്നെ ഈ സീനത്ത് സിയു എന്ന് പറഞ്ഞ കുട്ടിയില്ലേ, എടാ ഫോണ് ലാൻഡ്സ്കേപ്പിൽ വെക്ക്, തിരിച്ച് വെക്ക്, ഇങ്ങനെ 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 വെക്ക് ഫോൺ. ഓക്കെ, വന്ന് എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് നേരെ ഇരിക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അയാന് ടേബിളിൽ കൊണ്ടുവെക്ക്, ബെഡിലൊന്നും ഇരുന്നിട്ട് ക്ലാസ്സിൽ വരരുത്, അതൊക്കെ മോശം കുട്ടികളുടെ സ്വഭാവമാണ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ ഇങ്ങനെ ആൻസർ പറയണം കേട്ടോ. ഫസ്റ്റ് റാൻഡം ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ആർക്കും ആൻസർ പറയാം. ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഖുർആൻ? ഖുർആൻ എന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? അള്ളാഹിന്റെ കലാം എന്നല്ല ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം. സേറ? ഓതേണ്ടത് എന്നതും പോരാ, ഏകദേശം ആയിട്ടുണ്ട്. റിഫാന് വായിക്കപ്പെടുന്ന, അതായത് പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്ന, ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു വേദഗ്രന്ഥം ലോകത്ത് ഇല്ല. ഓക്കെ, ഖുർആൻ അല്ലാത്ത ഖുർആനിൽ പറഞ്ഞിട്ടുള്ള മറ്റ് 3 വേദഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? ജൗഹർ. തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ. ഓക്കെ, ഇഞ്ചീൽ ഏത് നബിക്കാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ആണെങ്കിൽ ഇഞ്ചീൽ ഏത് നബിക്കാണ്? അഷ്ഫാക്ക് അടികൂടൽ, എങ്ങോട്ട് നോക്ക്. അഷ്ഫാക്ക് ശ്രദ്ധിക്ക്, നിങ്ങൾ ലൈവിൽ വന്ന് ലൈവായിട്ട് അടി കൂടുക, ആൾക്കാർ കാണൂലേ? നേരെ ഇരുന്ന്. ഈസാ നബിക്ക് പിന്നെ ഏത് വേദഗ്രന്ഥമാണ് ഐഷ സേന? ഇഞ്ചീലാണ്. ഓക്കെ, ഗുഡ്. അപ്പോൾ തൗറാത്ത് ഏത് നബിക്കാണ് ഇറങ്ങിയിട്ടുള്ളത്? തൗറാത്ത്. അമീന പറ. വെറുതെ കൈ പൊക്കരുത് കേട്ടാ. വീഡിയോ ഓൺ ആക്കാതെ ആരാ അവിടുന്ന് വീഡിയോ ഓൺ ആക്കാതെ ഇങ്ങനെ റേസ് ഹാൻഡ് ചെയ്യുന്നത്? അതൊക്കെ ചീത്ത കുട്ടികളുടെ സ്വഭാവമാണ്. വീഡിയോ ഓൺ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജിയൊക്കെ അറിയോ? ആർക്കാ? മൂസ അലൈഹിസ്സലാം. ഇനി ഒന്നുകൂടെ ഉള്ളൂ, സബൂർ അല്ലേ? സബൂർ ആർക്കാ അറിയാം? സബൂർ ഏത് നബിക്കാണ് ഇറങ്ങിയിട്ടുള്ളത്? മഹ്ഫൂസ്. ഇബ്രാഹിം നബിക്ക് വേദം ഇറങ്ങിയില്ല എന്നുള്ളത് അറിയില്ല അല്ലേ? വേദം വന്നിട്ടില്ല, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് വന്നിട്ടില്ല. ഓക്കെ, ആഷിർ. അപ്പൊ ദാവൂദ് അലൈഹി സ്വലാമിന് ദബൂർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ സംസാര ഭാഷ ഏതായിരുന്നു? ഓപ്ഷൻസ് തരാം. ചൈനീസ്, മലയാളം, അറബിക്, ഹീബ്രു.
ഇബ്രാഹിം അലൈഹിസ്സലാം ഏത് ഭാഷയിലാണ് സംസാരിച്ചത്? റിഫാൻ ഇബ്രു ഹീബ്രു ഭാഷ. യാ, ഹീബ്രു ഭാഷയായിരുന്നു. ഈസാ നബിയുടെ ഭാഷ ഏതായിരുന്നു? ഈസാ നബിയുടെ, അതായത് ഇന്നത്തെ ക്രിസ്ത്യൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ജീസസ് എന്ന് പറയുന്ന യേശു ക്രിസ്തുവിൻ്റെ ഭാഷ ഏതായിരുന്നു? ഓപ്ഷൻസ് തരാം: തമിഴ്, തെലുങ്ക്, അറബിക്, ഉറുദു, ഹീബ്രു, അരാമിക്. സേറ? അറബി. അരാമിക്. അറബി അല്ല, ഈസാ നബി അറബി അല്ല, അരാമിക്. ഓക്കെ, അപ്പം അറബി ആയിട്ട് വന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ് അല്ലേ അറബി ആയിട്ട്. പിന്നെയും 5 നബിമാർ, 25 നബിമാരിൽ 5 നബിമാർ അറബി സംസാരിക്കുന്നവർ. ഇപ്പോൾ ഇസ്മായിൽ അലൈഹി സ്വലാം കല്യാണം കഴിച്ചത് ജുർഹും ഗോത്രത്തിൽപ്പെട്ട, പിന്നെ നിങ്ങൾക്ക് ആ സ്റ്റോറി അറിയില്ലേ സ്റ്റോറി? സംസം വെള്ളം ഉണ്ടായ സ്റ്റോറി അറിയില്ലേ? സംസം ഉണ്ടായ സ്റ്റോറി, ഇസ്മായിൽ അലൈഹി സ്വലാം കാലിട്ടടിച്ച സംസം. ആ സംസം എന്ന ആ പറയുന്ന ആ ഏരിയ മക്ക വരുന്നു. ശരിക്ക് മക്കയാകുന്നത് കഅബ ഉണ്ടാവുന്നതോടുകൂടിയാണ്. കഅബ ഉണ്ടാവാൻ കാരണം ആരാ? കഅബ ആരാ ഉണ്ടാക്കിയത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ? അല്ല. കഅബ ആരുണ്ടാക്കി? സൽമാൻ പറയും. ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാം ഉണ്ടാക്കിയ കഅബ. ഇബ്രാഹിം അലൈഹിസ്സലാം ജനിച്ചത് എവിടെയാ? ഏത് കൺട്രിയിലാണ്? ഇബ്രാഹിം അലൈഹിസ്സലാം ജനിച്ചത് ഏത് കൺട്രിയാണ്? പാകിസ്ഥാൻ, അമേരിക്ക, UK? ആരാ പറയാ? മഫൂസ്. ഇറാഖ്. ഇറാഖ്. മാഷാ അല്ലാ, നല്ല അറിവുള്ളവരാണല്ലോ. ഇറാഖിലാണ് അല്ലേ? ഇറാഖില് പിന്നെ ഇറാഖിന്ന് എങ്ങനെ മക്കയിലെത്തി? ഇബ്രാഹിം അലൈഹിസ്സലാം ഇറാഖിൽ നിന്ന് എങ്ങനെ മക്കയിലെത്തി? ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് അറിയില്ലേ? വീട്ടിൽ നിന്ന് പുറത്താക്കി, നാട്ടിൽ നിന്ന് തീയിലിട്ടു അല്ലേ? അവിടെ വലിയ തീ ഉണ്ടാക്കിയിട്ട് അതിലിട്ടു. അപ്പോൾ ആ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? അങ്ങനെ മക്കയിലെത്തി. എന്താ ഹാഷിർ? ഇസ്മായിൽ നബീനെ അറക്കാന് വന്നു. അറക്കാൻ വന്നതല്ല കേട്ടോ, അതൊക്കെ റോങ് ആണ്. മക്കയിലേക്ക് വന്ന എന്തിനാണ്? സേറ? അത് അള്ളാഹു നബീനോട് പറഞ്ഞു, ഹജറ ബീവിനും ഇസ്മായിൽ നബീനും അവിടെ മക്കയിലാക്കാന്. അന്ന് മെക്ക മരുഭൂമിയായിരുന്നു. പിന്നെ യെസ്. മക്ക മരുഭൂമിയാണ്. മരുഭൂമി. ഇപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് മരുഭൂമിയല്ല, ഗ്രീനിഷ് ആയിട്ടുള്ള സ്ഥലമാണ്. കാരണം ഇവിടെ വാട്ടർ ഉണ്ട്, വെള്ളമുണ്ട്. ഓക്കെ, അറബികളുടെ നാട് ഏതായിരുന്നു? ക്വസ്റ്റ്യൻ. ഇത് വിവരമുള്ളവർ മാത്രം ആൻസർ പറഞ്ഞാൽ മതി. അറബികളുടെ നാട് ഏതായിരുന്നു? അഫ്ഗാന്. സൗദി അറേബ്യ. ഒരു കണക്കിന് ശരിയാണ്. സൗദി അറേബ്യ. ഇന്നത്തെ സൗദി അറേബ്യ പറയുമ്പോൾ വൈഡ് ഏരിയ ആയി, മൊത്തത്തിൽ വന്നു. യമൻ അതിൽ വരുന്നുണ്ട്, ഇറാൻ വരുന്നുണ്ട്. പക്ഷേ അറബികൾക്ക് നാടില്ലായിരുന്നു, അതാണ് സത്യം. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പ് അറബികൾക്ക് സ്വന്തമായിട്ടൊരു നാടില്ലായിരുന്നു. ഭൂമി മൊത്തം അവരുടേതായിരുന്നു. അവരുടെ പരിപാടി ടെന്റ് കെട്ടലാണ്. ടെന്റ് അറിയോ നിങ്ങൾക്ക്? ടെന്റ് കെട്ടിയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കും, അവിടുന്ന് പിന്നെയും പോവും, പിന്നെ ഒട്ടകപ്പുറത്ത് മൊത്തം പാക്ക് ചെയ്തിട്ട്. അതായത് യാത്ര തന്നെ രസമാണ്. അവർക്ക് സ്വന്തമായിട്ടൊരു സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കുട്ടികൾക്കൊന്നും സ്കൂളിൽ പോകേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? സ്കൂളിലൊന്നും പോകണ്ട, അവരിങ്ങനെ ട്രിപ്പ് തന്നെയാണ്, യാത്ര അല്ലേ? ഒരു സ്ഥലത്ത് ചിലപ്പോൾ 2-3 മാസമൊക്കെ ഉണ്ടാവും. പിന്നെ അവിടുത്തെ വെള്ളമൊക്കെ തീരുമ്പോൾ അടുത്ത സ്ഥലം. നാടോടികൾ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നവരായിരുന്നു. പക്ഷെ വെള്ളം ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ചെയ്യും? അറബികൾ അവിടെ തീരുന്നവരെ അവിടെ സ്റ്റേ ചെയ്യും. ഇങ്ങനെയായിരുന്നു അവിടെ സിസ്റ്റം. അപ്പോഴാണ് ഈ ഹജ്റ ബീവി വരുന്ന മക്കയിൽ ഈ പറഞ്ഞ സംഭവം, സൊഫ മറുവ കുന്നിൽ. നിങ്ങൾ കഥ കേട്ടിട്ടുണ്ടോ? ഞാൻ പറയണ്ട അല്ലേ? ആ കാലിട്ടടിക്കുന്നതും അല്ലേ? ഹജറ ബീവി കുറച്ച് ഡേറ്റ്സ്, കുറച്ച് കാരക്കയും കുറച്ച് വെള്ളവും മാത്രമാണ് ഹജറ ബീവിയുടെ കയ്യിലുള്ളത്. അപ്പോൾ മരുഭൂമിയിൽ ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ച്, അവിടെ ഉപേക്ഷിക്കല്ല ചെയ്യുന്നത്, അള്ളാഹു എത്ര പരീക്ഷണം നടത്തിയെന്ന് ആലോചിച്ച് നോക്കൂ. ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക്
ഉപേക്ഷിച്ച് പോവാണ്. ഉപേക്ഷിക്കല്ല, മോന് ഇസ്മായിൽ അലൈഹി സ്വലാം ഉണ്ടാകുമ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാമിന് പ്രായമായിട്ടുണ്ട്. എത്രയോ ദുആ ചെയ്തുണ്ടായ ആകെയുള്ള ഒരു കുട്ടിയാണ് ഇസ്മായിൽ അലൈഹി സ്വലാം അല്ലേ. ആ മോനെയും ഭാര്യനെയും ഉപേക്ഷിച്ചിട്ട് വേറെ എങ്ങോട്ടോ പോകാൻ അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായി. അപ്പൊ അജറബി ചോദിക്കുന്നുണ്ട്, അള്ളാഹു പറഞ്ഞതാണോ? എന്നാ പിന്നെ പോയിക്കോളൂ, പ്രശ്നമില്ല. അപ്പൊ വെള്ളമില്ല, പാല് അല്ല, അമ്മിഞ്ഞപ്പാല് വറ്റി, ഡേറ്റ്സും ഒക്കെ തീർന്നു, നല്ല മരുഭൂമിയിലെ ചൂട്, വെള്ളം വേണം. എന്ത് ചെയ്യും? അപ്പോൾ ആരുടെയും സഹായത്തിന് വേണ്ടി സഫ മർവ കുന്ന് മലന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ, കാരണം ഏതെങ്കിലും യാത്രക്കാർ അതിലേ പോകുന്നുണ്ടെങ്കിൽ, ഒട്ടകക്കൂട്ടങ്ങൾ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് വെള്ളം ചോദിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 7 പ്രാവശ്യത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു എന്നാണ്. അങ്ങനെ നടക്കുമ്പോഴാണ് എന്താ കണ്ടത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വെള്ളം വരുന്നത്. എവിടുന്നാ വെള്ളം വരുന്നത്? സംസം വെള്ളം എവിടെ കണ്ടത്? സ്റ്റോറി അറിയുന്നവർ പറ. ഹൈസാൻ പറയേ, സംസം വെള്ളം എവിടെ കണ്ടത്? സംസമുള്ള ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ച കാലിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. ആ വെള്ളം ഇങ്ങനെ, പിന്നെ ആ വെള്ളം ഇപ്പോഴും നിൽക്കുന്നില്ല. ഇപ്പോഴും എത്രയോ പെർ സെക്കൻഡിൽ എത്രയോ ഹൈ പവർ മോട്ടോർ ഉപയോഗിച്ചിട്ട് പമ്പ് ചെയ്തിട്ട് അത് നിൽക്കാത്ത ഉറവയായി ലോകാത്ഭുതമായിട്ട് അത് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ സംസം വെള്ളം കുടിച്ചവരൊക്കെ കൈപൊക്ക്. സംസം വെള്ളം കുടിച്ചവരാ, മാഷാ അല്ലാ. അപ്പൊ എല്ലാവരും കുടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അത് ഇസ്മായിൽ അലൈഹി സ്വലാമിനെ ഓർക്കണം. ഇസ്മായിൽ അലൈഹി സ്വലാം. അപ്പൊ ഇസ്മായിൽ അലൈഹി സ്വലാമാണ് പിന്നെ അവിടുന്ന് ജുർഹും അറബ് നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് അറബി സംസാരിക്കുക. പിന്നെ ആ പരമ്പരയിലാണ് നേരെ വന്നിട്ട് അബ്ദുൽ മുത്തലിബിലേക്ക് ആ പരമ്പര വരുന്നുണ്ട്. ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ പരമ്പര. അബ്ദുൽ മുത്തലിബിന്റെ മോന്റെ മകൻ, അബ്ദുള്ളയുടെ മകന്റെ മകനാണ് ആര്? മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. ഓക്കെ, ആ സ്റ്റോറി നിങ്ങൾക്ക് അറിയാലോ അല്ലേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാന്റെ പേരെന്താണ്? അറിയാത്തവരൊന്ന് കൈബുക്ക്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ പേര് അറിയാത്തവർ കൈബുക്ക്. അറിയാത്തവര്. ഉമ്മാന്റെ പേര് അറിയാത്തവര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപ്പാനെ കണ്ടിട്ടുണ്ടോ ഇല്ലേ? ക്വസ്റ്റ്യൻ. ഐസാൻ ഇല്ല. ഇല്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ മരണപ്പെട്ടു അല്ലേ. പിന്നെ ഉമ്മയോ ഏതാനും സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ അല്ലേ. ഉമ്മ 100% യത്തീമായിട്ടാണ് ലോകത്തിന്റെ പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിന്നെ ആരാ നോക്കിയത്? അബ്ദുൽ മുത്തലിബ് അല്ലേ. അബ്ദുൽ മുത്തലിബ് നബിയുടെ ഉപ്പാന്റെ ഉപ്പ. അബ്ദുൽ മുത്തലിബിന്റെ സ്റ്റോറി നിങ്ങൾക്ക് അറിയില്ലേ? 10 മക്കളുണ്ടായിരുന്നു. 10. അബ്ദുൽ മുത്തലിബിന്റെ സ്റ്റോറി അറിയോ? ഫീല് അറിയോ? ആനക്കലഹം സ്റ്റോറി അറിയോ? ആന വന്നിട്ട് കഅബ അറ്റാക്ക് ചെയ്ത സ്റ്റോറി നിങ്ങൾക്ക് അറിയില്ലേ? ഓക്കെ, ആ ആനക്കലഹം നടന്ന ശേഷം, പിന്നെ അതിന്റെ ശേഷമല്ല, അതിന്റെ മുമ്പ് തന്നെ പിന്നെ അബ്ദുൽ മുത്തലിബിന് എപ്പോഴും ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് മക്കളെ വേണം. കുറേ മക്കൾ. അന്ന് മക്കളാണ് പവർ. അന്ന് ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ കൂടുതൽ മക്കൾ ഉണ്ടാവുക. നിങ്ങളെ വീട്ടിൽ എത്ര മക്കളുണ്ട്? ഫിംഗർ കൊണ്ട് കാണിക്ക്. നിങ്ങളെ ഉമ്മാക്കുപ്പാക്ക് എത്ര മക്കളാ? 4? 5 ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? 5 ഉണ്ടോ? 5 ഉള്ളവരൊന്ന് കൈ കാണിച്ചേ. സേറ, അവിടെ 5? ആ 5? ഓക്കെ. ആ. പിന്നെ 5 ആരാള്? 5 കുറവാണല്ലോ. 5 വേറെ ആരും ഇല്ലല്ലേ. 4, 4 കാണിക്ക്. ഫോർ ദ പീപ്പിൾ. 4 ആയി. ഓക്കെ. 3 മക്കള്. 2, 1 ഒന്നുള്ളവർ കൈ കാണിച്ചേ. 1 കാണിച്ചേ. ഒറ്റ മോൾ. ആരുമില്ല? സിംഗിൾ ആരുമില്ല അല്ലേ? അയ്യോ, അത് നന്നായി. സിംഗിൾ ആയാൽ ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര പ്രശ്നമല്ല, ചെറിയൊരു പ്രശ്നമാണ്. ഒറ്റക്കായി പോവും. സംഭവം എന്നും ഫൈറ്റ് ചെയ്യെങ്കിലും നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരാൾ അങ്ങ് പോയാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കൂടെയുള്ള ആള് മരിച്ചാലുള്ള അവസ്ഥ എന്താന്ന്? നിങ്ങൾ അനിയനോ അനിയത്തിയോ കാക്കയോ താത്തയോ മരിച്ചാലുള്ള അവസ്ഥ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്നും അടി കൂടെങ്കിലും അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഉള്ള ഒരു ദിവസം പോലും നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയില്ല. പിന്നുള്ള ഒരു ദിവസവും, പിന്നെ അങ്ങോട്ടുള്ള ഒരു ദിവസം മരിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ വീട്ടിലുണ്ടായാലോ എന്നും അടിയാ അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും അടിയും പിടിയും ഒക്കെയാണ് എന്നും.
പക്ഷെ അവർ മരിച്ചു കഴിഞ്ഞാലോ പിന്നെ ലൈഫ് ലോങ് നമുക്ക് ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. ഈ വേൾഡിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സഹായിക്കാരാന്നറിയോ? ആരാണ് ഈ വേൾഡിൽ, ഈ ഭൂമിയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിക്കാരാണ്? മഫൂസ് പറയും. ഉപ്പ. ഉപ്പൊക്കെ കുറച്ച് കാലേ ഉള്ളൂ. ഇപ്പം എൻ്റെ ഇപ്പോഴുള്ള വയസ്സ് 40 ഇനി ഒരു 10-20 കൊല്ലം കഴിയുമ്പോഴത്തേന് ഉപ്പ പോയി നമ്മൾ മയ്യത്ത് സ്കരിച്ച് ഉപ്പാനെ യാത്ര പറഞ്ഞ് ബൈ പറഞ്ഞ് വിടും അല്ലേ? ഇപ്പോൾ കുറച്ച് കാലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഉപ്പൊക്കെ തന്നെ ഇപ്പോൾ ഒരു 40 കൊല്ലമായില്ലേ? ഒരു 60-70 പോവുള്ളൂ. ഒരു 10-30 കൊല്ലം കഴിയുമ്പോൾ ഉപ്പ ബൈ പറഞ്ഞിട്ട് ഉപ്പ പോവും. ഉമ്മയും പോവും. ആദ്യം ഉപ്പ പോവും, പിന്നെ ഉമ്മ പോവും. അങ്ങനെയാണ് ഉണ്ടാവുക. ഫസ്റ്റ് ഉപ്പ മരിക്കും, പിന്നെ ഉമ്മ മരിക്കും. നോർമലി അങ്ങനെ ഉണ്ടാവുക. അവരൊക്കെ അങ്ങ് പോവും. ആരാ നമുക്ക് ഉണ്ടാവുക? ഷെസാനെ, ഉമ്മ. ഉമ്മ ഇപ്പൊക്കെ മരിച്ചു പോടാ. കുറച്ചേ ഉണ്ടാവുള്ളൂ. അവരൊക്കെ കുറച്ച് കാലേ ഉള്ളൂ. അവരൊക്കെ പെട്ടെന്ന് മരിച്ചു പോകും കേട്ടോ. ഇപ്പൊ തന്നെ വയ്യാന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? പുറംവേരാണ്, ഊരവേനാണ്. മുടിയൊക്കെ നരച്ചില്ലേ? മുടി നരച്ച ഉപ്പാന്റെ മക്കളൊക്കെ കൈ കാണിച്ചേ. മുടി നരച്ചിട്ടുണ്ടോ ഉമ്മാന്റെ ഉപ്പാന്റെ ഒക്കെ? ഉണ്ടാ? അവർക്ക് മരിക്കാറായി, മരിക്കാറായി. ഡൈ ചെയ്തവര് കാണുമല്ലോ കേട്ടോ. കളർ അടിച്ചിട്ടുണ്ടേ പറ്റില്ല. ആരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ വേൾഡിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവുക? ആരാണ് ഈ ബുദ്ധിയുള്ള ഒരാൾ? ഉത്തരം പറയാം. എല്ലാവർക്കും ബുദ്ധി ഉണ്ട്. അയാൻ അള്ളാഹു. അള്ളാഹു തരും. അള്ളാഹു ആണല്ലോ നമ്മളെ ജീവിപ്പിക്കുന്നത്. അതല്ല, മനുഷ്യന്റെ കാര്യം പറ. മനുഷ്യരായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ലൈഫിൽ സപ്പോർട്ട് ചെയ്യാനും കെയർ ചെയ്യാനും ആരുണ്ടാകും? സേറ. സിബ്ലിങ്സ്. ആ, സിബ്ലിങ്സേ ഉണ്ടാവുള്ളൂ. സിബ്ലിങ്സിന്റെ മലയാളം പറയുകയാണെങ്കിൽ കൂടപ്പിറപ്പുകൾ. നിങ്ങളെ ഉമ്മാന്റെ പള്ളേന്ന് പുറത്ത് വന്നവർ, നിങ്ങളെ ഉമ്മാന്റെ വയറ്റിന്ന് പുറത്ത് വന്നവരെ നിങ്ങളുടെ ജീവിതത്തിൽ മരിക്കണത് വരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവുള്ളൂ. വേറെ ഒരു മനുഷ്യനും ഉണ്ടാവില്ല, ഒരു ഫ്രണ്ടും ഉണ്ടാവില്ല. ഫ്രണ്ടൊക്കെ കുറച്ച് കാലേ ഉണ്ടാവുള്ളൂ. LKGയിലെ ഫ്രണ്ട് ഇപ്പം ഉണ്ടാ? ഇല്ല. UKGയിലെ ഫ്രണ്ട് ഇപ്പം ഉണ്ടാ? അതൊക്കെ ഇതിലോ പോയി, വേറെ ഇതിലോ പോയി. 1-ാം ക്ലാസ്സിലെ ഫ്രണ്ട് പോയില്ലേ? LP സ്കൂളിലെ ഫ്രണ്ട്സ് ഇപ്പം ആരെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. UP സ്കൂളിലുണ്ടോ? അവരൊക്കെ പോയി. അപ്പർ പ്രൈമറി കഴിഞ്ഞു. അങ്ങനെ പോവും. ഹൈസ്കൂൾ കഴിഞ്ഞാൽ അവർ വേറെ പോയി. നിങ്ങളൊക്കെ ഗൾഫിലുള്ളവരൊക്കെ നോക്കും വേണ്ട, വേറെ വേറെ സ്കൂളാ. ഓരോ ക്ലാസ് ഓരോ വേറെ വേറെ സ്കൂളാ. അതിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഫ്രണ്ട്സൊക്കെ പോവും. ഹൈസ്കൂളിൽ ചിലർ പറയും ഹൈസ്കൂളിൽ നമ്മൾ മരിക്കണവരെ ഒരുമിച്ച് നല്ല ഫ്രണ്ട്സ് ആവണം കേട്ടോ, അടിക്കുന്നൊക്കെ പറയും. എവിടെ +2 എത്തുമ്പോൾ വേറെ ഫ്രണ്ട്സായി അല്ലെ? അവരൊക്കെ ബൈ പറയും. അവർ നമ്മുടെ സ്റ്റാൻഡേർഡിന് ചേർന്നല്ലാതെ അവർ നമ്മൾ തട്ടും. പിന്നെ കോളേജിൽ എത്തുമ്പോൾ വേറെ ഫ്രണ്ട്സ് ആവും. അങ്ങനെ അങ്ങനെ മാറി കുറെ കഴിഞ്ഞാൽ ഇവരൊക്കെ മറന്നു പോകും. പിന്നെ ഫ്രണ്ട്സൊക്കെ കല്യാണം കഴിയുന്നതോടുകൂടി അവർ ബൈ. അവരെ കാര്യം നമ്മൾ വിടും. ഹലോ, ഒരു മിനിറ്റ് ഒരു സംസാരിക്കട്ടെ. അല്ല, ഞാൻ ബിസിയാ, വെച്ച ഫോൺ വെച്ചേ, എനിക്ക് വേറെ പണിയുണ്ട് പറഞ്ഞിട്ട് അവർ പോവും. അവരൊക്കെ ഫ്രണ്ട്സും പോവും. എല്ലാവരും പോവും. ആരുണ്ടാവുക? കൂടപ്പിറപ്പുകളാണ്. അതുകൊണ്ടാണ് കൂടപ്പിറപ്പുകളോട് നല്ല രീതിയിൽ നിന്നോ എന്ന് പറയുന്നത്. റൈറ്റ്? അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ടാവുള്ളൂ എപ്പോഴും. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ കിഡ്നി എന്ന് പറഞ്ഞ സാധനം എവിടെയുള്ളത്? കിഡ്നി എവിടെയുള്ളത്? ആ, കിഡ്നി പോയി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിക്കുകയും ഒരു കിഡ്നി തരുമെന്ന് ചോദിച്ചു നോക്ക്. അവർ തരും. ചിലപ്പോൾ നിങ്ങളുടെ കൂടപ്പിറപ്പുകൾ ഹെൽപ്പ് ചെയ്യും. ബ്ലഡ് വേണ്ടി വന്നു, നിങ്ങളൊരു ആക്സിഡൻറ്റ്, മേജർ ആക്സിഡൻറ്റ് പറ്റി, നിങ്ങൾ ഹോസ്പിറ്റലൈസ് ചെയ്ത് നിങ്ങൾക്ക് ബ്ലഡ് പെട്ടെന്ന് വേണം. ഫ്രണ്ട്സിനെ വിളിച്ചാൽ ചിലപ്പോൾ ചില ഫ്രണ്ട്സൊക്കെ ബ്ലഡ് തരുമായിരിക്കും. പക്ഷേ എല്ലാവരും എപ്പോഴും വന്നോളൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ കിടപ്പിലായി, ഫ്രണ്ട്സ് എത്ര ദിവസം ഉണ്ടാവും? എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരാളുണ്ടായിരുന്നു. ഓക്കെ, അയാള് പിന്നെ അയാൾക്ക് നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. നല്ല ഫ്രണ്ട് പറഞ്ഞാൽ വലിയ ഇഷ്ടം, വലിയ സ്നേഹത്തിലായിരുന്നു. ഫുൾ ടൈം ഒപ്പം, രാവിലെ എണീറ്റ ഒപ്പം, രാത്രി. അതിൽ പെട്ട് ഒരു ഫ്രണ്ട് ഒരു ആക്സിഡൻറ്റിൽ പെട്ട് കിടന്നു. ഏകദേശം 3 മാസത്തോളം കിടക്കേണ്ടി വന്നു. മറ്റേ ഫ്രണ്ട് ആദ്യമൊക്കെ 1-2 ദിവസമൊക്കെ വന്നു, പിന്നെ തിരെ വന്നില്ല. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ആയി വരവ്. അപ്പോൾ പിന്നെ ഉമ്മ തന്നെ വേണം വീട്ടിൽ എല്ലാ കാര്യങ്ങളും നോക്കാൻ. അപ്പോൾ എപ്പോഴും കൂടപ്പിറപ്പുകളെ സ്നേഹിക്കുക. കൂടപ്പിറപ്പുകളോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത്. ഒരു ചോക്ലേറ്റ് പിടിക്ക്, വലിയൊരു ബാറ് ഒന്ന് പിടിക്ക്. ജസ്റ്റ് ഇമാജിൻ ചെയ്യ്, വലിയ ബാർ കേട്ടോ, നല്ല വലുപ്പമുള്ള ചോക്ലേറ്റ് ബാർ. പൊട്ടിക്ക്. ഒന്ന് വലുതുമായി, ഒന്ന് ചെറുതുമായി. വലുത് നിങ്ങൾ തിന്നോ, ചെറുത് നിങ്ങൾ തിന്നോ? ഏതാ തിന്നുക? നിങ്ങൾ ഏതെടുക്കും? വലുത് വീട്ടിലുള്ള സിബ്ലിങ്സിന് കൊടുക്കുക. അങ്ങനെയാ നല്ലത്, അവർക്ക് കൊടുക്കുക. അത് സ്ഥിരമായിട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ശീലമാവുക. അങ്ങനെ ശീലമാകുമ്പോഴാണ് അവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടാവും. നിങ്ങളുടെ സ്നേഹവും ഇഷ്ടമൊക്കെ ആത്മാർത്ഥമായിട്ട് ഉണ്ടെങ്കിൽ അവരത് തിരിച്ച് തരും അല്ലേ?
സിബ്ലിങ്സിനെ ഇഷ്ടമുള്ളവർ കൈപൊക്കി. വീട്ടിലുള്ള കൂടപ്പിറപ്പുകളെ സ്നേഹിക്കുന്നവർ. നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ സിബ്ലിങ്സ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ആദ്യം ആരതാ ചെയ്തു കൊടുക്കുക? ഫ്രണ്ട് വന്ന് പറഞ്ഞ ഒരു കാര്യം, നിങ്ങളുടെ സിബ്ലിങ്സ്, അനിയനോ അനിയത്തിയോ കാക്ക ആരോ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ആരെ ആദ്യം കൺസിഡർ ചെയ്യുക? കൂടപ്പിറപ്പിനെ മാത്രമായിരിക്കണം. ഓക്കെ, അവരോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് കിട്ടുക. പിന്നെ വരിക നിങ്ങളുടെ കസിൻസ് ഇല്ലേ, നിങ്ങളുടെ റിലേറ്റീവ്സ് ഇല്ലേ, നിങ്ങളുടെ ഫാമിലിയിലുള്ള നിങ്ങളുടെ കുടുംബക്കാരില്ലേ, അവരെയും നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് കെയർ ചെയ്യണം. ഫ്രണ്ട്സൊക്കെ ഒരു കാലഘട്ടം വരെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഫ്രണ്ട്സിനേക്കാളും നമ്മൾ ബാധ്യതപ്പെട്ടത് ആരോടാണ്? കൂടപ്പിറപ്പുകളോട് തന്നെയാണ്. ഓക്കെ, ഇൻഷാല്ലാ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സമയമാണ്. എല്ലാവരും ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചേ. ആ, പാടുണ്ടോ ചോദ്യങ്ങളായിരിക്കും. അത് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ചോദ്യങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ചിക്കൻ കഴിക്കാൻ പാടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളില്ലേ, പാടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. വീട്ടിൽ അനിയന്മാരും അനിയത്തിമാരോടൊക്കെ തല്ല് കൂടിയാൽ, ഫൈറ്റ് ഉണ്ടാക്കിയാൽ അള്ളാഹു ശിക്ഷിക്കുമോ? ഒരു ചോദ്യമാണ് എൻ്റെ ചോദ്യം നിങ്ങളോട്, അല്ലേ? അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുമോ? അതായൊരു ചോദ്യം. ഓക്കെ, അതേരാ? സാലിഫിനുണ്ടോ? പക്ഷേ ഇത് ക്വസ്റ്റ്യൻ അല്ല. ക്വസ്റ്റ്യൻ അല്ലേ? ഞാൻ പറയട്ടെ, ആ, നമുക്കെല്ലാം തിരഞ്ഞെടുക്കാം, പക്ഷെ അള്ളാഹു ബ്രദർസിനെ തന്നു. അള്ളാഹു ബ്രദേഴ്സിനെ തന്നു. ബ്രദർസിനെ അള്ളാഹു തന്നു. അള്ളാഹു തന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്തതല്ല, അല്ലേ? നമ്മളെ സെലക്ഷൻ അല്ല. ഓക്കെ, ഗുഡ്, നല്ലൊരു കാര്യമാണ് ഷെയർ ചെയ്ത്. ഉസ്താദ് പഠിച്ചിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടോ അള്ളാന്റെ അടുത്തുനിന്ന്? ആ, എന്താ ജവഹർ, എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അള്ളാന്റെ അടുത്തുനിന്ന് കുറ്റം കിട്ടോ? സ്കൂളിൽ പഠിച്ചിട്ടില്ല. ആ, അതെപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നറിയോ? ജവഹർ ശരിക്കും എന്നെ ശ്രദ്ധിക്കുക കേട്ടോ. ജവഹർ വലുതായി, മീശൊക്കെ വന്ന്, താടിയൊക്കെ വന്ന്, എൻ്റെ കല്യാണം കഴിഞ്ഞ്, എനിക്ക് ഒരു 3-4 മക്കളായി. നീ ഇങ്ങനെ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാവുന്ന ഒരു സമയമുണ്ട്. കറണ്ട് ബില്ല്, വാട്ടർ, ഇലക്ട്രിസിറ്റി, റൂം റെൻറ്റ്, എ ടു സെഡ് വീട്ടിലെ ചിലവ്, ആകെ ഗ്യാസിന് അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുന്ന. അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും ഈ മക്കള് ജലദോഷം, ആഴ്ചയിൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം, അവിടെ പോയിട്ട് ഫീസ്, എന്നിട്ട് ഇങ്ങനെ നട്ടം തിരിയുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോഴായിരിക്കും സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് ഫീസ് എടുക്കും. സാലറി ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇനി ലോൺ എടുക്കണം, ഇനി ഫീസ് അടക്കണമെങ്കിൽ. അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യും? അല്ല, ഒരു 1000 ദിർഹംസ് എടുക്കാണ്ടോ, പിന്നെ കുട്ടികളെ ഫീസ് അടക്കണ്ടോ, ഇതുവരെ അടിച്ചില്ല, സ്കൂളിൽ നിന്ന് വിളിയോട് വിളിയാണ്, ഇപ്പം കുട്ടികളെ പുറത്താക്കുന്നു, പ്രിൻസിപ്പൾസ് വിളിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് പലയിടത്തുനിന്ന് റോൾ ചെയ്താണ് ഈ ഫീസ് അടക്കണം. അപ്പം ഉണ്ടാവും എൻ്റെ മക്കള് ആൻസർ ഷീറ്റിൽ മുട്ട വാങ്ങിയിട്ട് വരുന്ന വട്ടം, ഉപ്പാക്കി ടീ മാർക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പം നിൻ്റെ ശരിക്കുള്ള ഇതിന് മറുപടി എനിക്ക്, നീ എൻ്റെ മക്കളോട് അപ്പോഴേ നിനക്കത് മനസ്സിലാവുള്ളൂ. അപ്പം നീ നിൻ്റെ ഉപ്പാനോട് അപ്പം നിനക്ക് സ്നേഹം ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് നിൻ്റെ ഉപ്പ ഖബറിലായിരിക്കും ഉണ്ടാവുക. അപ്പം നീ എന്ത് ചെയ്യും? 1, സങ്കടപ്പെടും. 2, നിനക്കൊരു ജോലി കിട്ടാൻ വേണ്ടി ഇൻ്റർവ്യൂവിന് ഓടിപ്പായി നടക്കുമ്പോൾ ഒരു ഡിഗ്രി ഇല്ലാതെ, ഒരു PG ഇല്ലാതെ, പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട ജോലി ഒന്നും കിട്ടാതെ
പിന്നെ വെറും എന്താ പറയുക ലോക്കൽ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയിലെത്തുമ്പോൾ നീ എനിക്ക് പഠിക്കാത്തതിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും. പഠിക്കുക എന്നുള്ളത് ഞാൻ അടിവരയിട്ട് പറയാം, പല ക്ലാസ്സിൽ ഞാൻ പറയലുണ്ട്, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നത് വിവരം ഉണ്ടാവാനൊന്നുമല്ല. വിവരം ഉണ്ടാവാൻ നമുക്ക് ChatGPT നോക്കിയാൽ പോരെ. വിവരം ഉണ്ടാവാനല്ല, അവിടുത്തെ ഫുൾ A1 സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അടുത്ത ഹയർ എഡ്യൂക്കേഷൻ നമുക്ക് കയറാം. അങ്ങനെ കയറി മെറിറ്റിൽ കിട്ടിയാൽ നമുക്ക് നല്ല ജോലി കിട്ടും, നല്ല വീടുണ്ടാക്കാം, പൈസ ഉണ്ടാക്കാം, കാറ് വാങ്ങാം, അടിപൊളിയായിട്ട് ജീവിക്കാം. അതിനാ സ്കൂളിൽ പഠിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഓക്കെ, വാല്യൂ ഒന്നും സ്കൂളിൽ ഒന്നും കിട്ടുമൊന്നുമില്ല. എന്ത് വാല്യൂ? വലിയപ്പ കുരങ്ങനാന്നൊക്കെയല്ലേ സ്കൂൾ പഠിപ്പിക്കണേ? ആദ്യത്തെ വാപ്പ കുരങ്ങനാന്നൊക്കെയല്ലേ? അതൊന്നല്ല. സ്കൂളിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക പറഞ്ഞാൽ ടോപ്പ് ആവുക. സ്കൂളിൽ ഏറ്റവും ഫസ്റ്റ് നിങ്ങളായിരിക്കണം. അത് ഖുർആൻ തന്നെ പറഞ്ഞു, ഇഖ്റ, വായിക്കുക, ബിസ്മി റബ്ബിക. അത് ഖുർആൻ മാത്രം വായിക്കാനല്ല പറഞ്ഞത്, എല്ലാ പുസ്തകവും വായിക്കാനും, മാത്സിലും ഇംഗ്ലീഷിലും സയൻസിലും EVSലും ഒക്കെ ടോപ്പ് ആവാൻ നിങ്ങളെ മാക്സിമം എഫേർട്ട് എടുത്ത് പഠിക്കുക. മടിയനാവരുത്. മടിയന്മാർ ഈ ലോകത്ത് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. വെറും മടിയന്മാരായിട്ട് തീറ്റ ഉറക്കം കളിയായിട്ട് ജീവിച്ചവരൊക്കെ ജീവിതത്തിലൊന്നും നേടാൻ പറ്റില്ല. അതുകൊണ്ട് പരമാവധി പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ മെയിൻ ഡ്യൂട്ടിയാണ്. അത് ഒഴിവാക്കി നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒന്നിനും പോകരുത്, പഠിക്കാം. ഓക്കെ, നിങ്ങളുടെ ബാപ്പൻ്റെ ബാപ്പൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്തൊക്കെ നോക്കണം അറിയോ? അവർ കുടുംബം നോക്കണം, പെങ്ങളമാരെ കെട്ടിക്കണം, വീട്ടിലെ ചിലവ് നടത്തണം. ചിലപ്പോൾ വാപ്പൊക്കെ നേരത്തെ മരിച്ചു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അവരൊക്കെ എത്രയോ സ്ട്രഗിൾ ചെയ്തിട്ട് പഠിച്ചിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത്? റൈറ്റ്? ഓക്കെ, പഠിച്ചവന് ശിക്ഷിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പരലോകത്തല്ല ശിക്ഷ, അത് ഇവിടെ നിന്ന് തന്നെ കിട്ടല. ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ കിട്ടും. ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരവസ്ഥയിൽ ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ഡ്രീം ഉണ്ടോ? നല്ല കാറ് വേണം, വേൾഡിൽ ഏറ്റവും നല്ല നമ്പർ 1 കാറ് മേടിക്കണം, നല്ല വീട് വേണം, നല്ല ഫെസിലിറ്റി ജീവിക്കണം, ലക്ഷറി ലൈഫ്, ഇതൊക്കെ നിങ്ങൾ ഡ്രീം ചെയ്യുന്നുണ്ടോ ഈ ഭൂമിയിൽ? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ. ഏറ്റവും നല്ല ഹസനത്തായിട്ടുള്ള നല്ലത് കിട്ടണം നിങ്ങൾ ആഗ്രഹിക്കണില്ലേ? എങ്കിൽ പഠിച്ചോളി മക്കളെ. അല്ലാതെ വെറുതെ കളിച്ച് നടന്നാൽ, ഗെയിമിന് അഡിക്റ്റായി, സിനിമയും കണ്ട് മ്യൂസിക്കും കണ്ട് വെറും ഫുട്ബോൾ ഭ്രാന്തൊക്കെ ആയി നടന്നാൽ ഉള്ള ജീവിതം കട്ട പുകയായിട്ട് മാറും. അതുകൊണ്ട് പഠിച്ചോളുക കേട്ടോ. അതെല്ലാവരും പഠനം കഴിഞ്ഞ എല്ലാവരും നിങ്ങളോട് പറയുന്ന കാര്യമാണ്, പഠിച്ചോളൂ. പഠിക്കാത്തവനെ കൊണ്ട് ഈ ലോകത്ത് ഒരു കാര്യം ഉണ്ടാവില്ല. ഓക്കെ, അവിടെ ആരാ ഇനി? ക്വസ്റ്റ്യൻ. സൽമാൻ. ഉസ്താദേ, ഈ സിബ്ലിങ്സിനോട് ഫൈറ്റ് ചെയ്യുമ്പോഴുള്ള ശിക്ഷ ഏതാ? സിബ്ലിങ്സിനോട് പിന്നെ ഫൈറ്റ് സീരിയസ് ആക്കരുത് എന്നാണ് എന്നെ ആദ്യം പറയാനുള്ളത്. നിങ്ങളെപ്പോഴും അവരോട് ഇപ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ എപ്പോഴും പിന്നെ ഒന്ന് ഹഗ് ചെയ്ത് ഒരു ഉമ്മൊക്കെ കൊടുത്ത് സലാമൊക്കെ കൊടുത്തിട്ട് എന്നും ഉറങ്ങാവൂ. രാത്രി മരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്, അറിയില്ലേ? കുട്ടികൾ തന്നെ മരിച്ചു പോകുന്നവരുണ്ട്. ആരെപ്പോഴാണ് മരിക്കുമെന്നും പറയാൻ പറ്റില്ല. എപ്പോഴും സ്നേഹം കൊടുക്കാൻ പഠിക്കുക. ഒക്കെ എനിക്ക് കിട്ടണം എന്നുള്ള വിചാരം ഒഴിവാക്കുക. എനിക്കെല്ലാം കിട്ടണം എന്നുള്ള വിചാരം ഒഴിവാക്കിയിട്ട് നമ്മൾ കൂടപ്പിറപ്പിന് വിട്ടുകൊടുക്കാൻ പഠിക്കുക. ഇപ്പൊക്കെ എത്ര ആൾക്കാർ വലുതായിട്ട് സ്വത്തിന് വേണ്ടിയിട്ട്, വീടിന് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കുന്നുണ്ട് അറിയാം. നിങ്ങളെ പേരൻസ് അടി ഉണ്ടാക്കുന്നുണ്ടോയെന്ന് പേരൻസിനോട് ചോദിച്ചാൽ മതി. ഈ തറവാടൊക്കെ ഊരിയേക്കുന്ന സമയത്ത് ഭയങ്കര ഫൈറ്റാണ്, എന്നിട്ട് കുടുംബമൊക്കെ തെറ്റാണ്. കുറച്ചൊക്കെ വിട്ടുകൊടുക്കാനോ സഹിക്കാനോ ഒക്കെ പഠിക്കണം. അത് ചെറുപ്പത്തിലേ തുടങ്ങണം, വീട്ടിൽ നിന്നേ. ഓക്കെ, ഒരു പഴം, ഓക്കെ, ഒരൊറ്റ പഴം കിട്ടി, ഒരു റോബസ്റ്റോ ഒരു നേന്ത്രപ്പഴം ഉണ്ട് കിച്ചണിൽ. നിങ്ങളെ അടുത്ത് ഇങ്ങനെ തിന്നാൻ നോക്കുമ്പോൾ അനിയനെ ഓടി വരുന്നത്, നിങ്ങളെ സ്വന്തം അനിയനാ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരിക്കുക നിങ്ങളത് കൊടുക്കുക. നിങ്ങൾക്കപ്പോൾ അത് തിന്നണം, നിങ്ങൾക്ക് വേണം, വിശപ്പുണ്ട്, ഇഷ്ടമുണ്ട്, അത് തിന്നണം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ആപ്പിള് നിങ്ങൾ തിന്നാൻ അങ്ങനെ വെക്കും, അനിയൻ വരും, അനിയനായിട്ട് കൊടുക്കുകയാണ്, എന്നിട്ട് സന്തോഷത്തോടെ തിരിച്ചുകൊണ്ട് പോവാണ്. അതാണ് സാക്രിഫൈസ്. അങ്ങനെ ത്യാഗം ചെയ്യാൻ പഠിക്കണം. അല്ലാതെ അവരെ നിങ്ങോട്ട് പിടിച്ച് പറിച്ച് തിന്നണൊക്കെ സ്വഭാവമുള്ള വെറും അറുക്കീസ് മക്കൾ കുറേ ഉണ്ട്. അവരൊന്നും ഈ ഖുറാനൊന്നും പഠിച്ചിട്ടും നിസ്കരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അല്ലേ? ഓക്കെ, ഫൈറ്റ് ഉണ്ടാക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ അഷ്ബ. ഈ മുസ്ലിങ്ങള് ബർത്ത്ഡേ ആഘോഷിച്ച ശിക്ഷിക്കുവോ? എന്താഘോഷിച്ചാല്? ബർത്ത്ഡേ. ഈ ആഘോഷം 2 എണ്ണ ഇസ്ലാമിലുള്ളൂ. ആഘോഷം 2 എണ്ണേ ഉള്ളൂ. ഒന്ന് വലിയ പെരുന്നാളും 2 ചെറിയ പെരുന്നാളും. അതേ നമ്മൾ ആഘോഷിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ആഘോഷിക്കലല്ല, അതൊരു നമ്മളായിട്ട് ആഘോഷിക്കാൻ പോകണ്ട. ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ നമ്മളൊരു സെക്യുലർ സൊസൈറ്റിയിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിൻ്റെ പാർട്ടായിട്ട് നിൽക്കേണ്ടി വരും. പാർട്ടാവുക എന്ന് പറഞ്ഞാൽ അവരുടെ പിന്നെ
അവരുടെ കാര്യങ്ങളിൽ നമ്മളിപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ ഇതിൽ ആഘോഷിക്കുന്നവരും ആഘോഷിക്കാത്തവരും ഉണ്ടാവും അല്ലേ? നബിദിനം ആഘോഷിക്കുന്നവരും ആഘോഷിക്കാത്തവരും ഇതിലുണ്ടാവില്ലേ? അല്ലേ? നബിദിനം ആഘോഷിക്കുന്നവരാണെങ്കിൽ പിന്നെ സ്വന്തം ബർത്ത്ഡേ ആഘോഷിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, അതൊന്നൊരു വലിയ ഹറാമൊന്നുമല്ല. നിങ്ങൾ ചെയ്തോ ചെയ്യാതിരുന്നോ. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ എൻ്റെ ബർത്ത്ഡേ അറിഞ്ഞിട്ട് പോലുമില്ല. എൻ്റെ ഏപ്രിലായിരുന്നു, കഴിഞ്ഞ ഏപ്രിൽ. ഞാനിപ്പോഴാണ്, ഇന്നലെ ആരോ ഒന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റുമെന്ന്, അപ്പോഴാണ് ഞാനത് ഓർക്കുന്നത്. അതൊക്കെ ഇങ്ങനെ അങ്ങ് പോവുക ചെയ്യുക. ഓക്കെ, ഇതൊക്കെ കുട്ടിക്കാലത്തേ ഉണ്ടാവുള്ളൂ. ഇപ്പം നിങ്ങളിപ്പോൾ അത് ആഘോഷിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കുറച്ച് മിഠായി വാങ്ങി ഒരു കേക്ക് കട്ട് ചെയ്യുകയൊക്കെ ചെയ്താൽ അത് ഓവറാക്കണ്ട. ഫ്രണ്ട്സിനൊക്കെ സ്കൂളിൽ ക്ലാസ് ടീച്ചേഴ്സിനൊക്കെ ഒരു മിഠായി കൊടുക്കുന്നത് ടീച്ചേഴ്സിന് ഒരു സന്തോഷമാണ്. ഓക്കെ, അതിലപ്പുറത്തേക്ക് അത് കുട്ടിക്കാലത്തൊക്കെ ഉണ്ടാവുള്ളൂ, വലുതായിട്ട് നിങ്ങളതൊന്നും ചെയ്യൊന്നുമല്ല. റൈറ്റ്? ഓക്കെ, അതൊരു ഹറാമായിട്ടൊന്നും കാണണ്ട. ഓ ആരോ തെറ്റാണ്, അങ്ങനെയാണ്, അങ്ങനെയൊന്നുമല്ല. റൈറ്റ്? ഓക്കെ, എന്നാൽ ഇപ്പോൾ ആരാ ക്വസ്റ്റ്യൻ ചോദിച്ചത്? അഷ്ബ, നീ ആഘോഷിക്കലുണ്ടോ? ചില സമയത്ത് ചില സമയത്തല്ലല്ലോ, ഇത് ബർത്ത്ഡേൻ്റെ ഒന്നല്ലേ ആഘോഷിക്കുക. ബർത്ത്ഡേൻ്റെ ടൈമിൽ സ്കൂളിൽ ക്ലാസ്സിൽ ഫ്രണ്ട്സിനൊക്കെ മിഠായി കൊണ്ടു കൊടുക്കലുണ്ടോ? മുട്ടായി കൊണ്ടുകൊടുക്കാറുണ്ട്. ആ അതന്നെ, അതല്ലേ, അതിപ്പോൾ ഒരു ആഘോഷമായിട്ടൊന്നും കാണണ്ട. ഒരു മിഠായി കൊടുക്കല്ലേ, സന്തോഷമുള്ള കാര്യമല്ലേ. ഞാൻ ജനിച്ചു, എൻ്റെ വക ഹാപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു മിഠായി കൊടുക്കല്ലേ, ബസ്. അതിനൊരു വലിയ തെറ്റായിട്ട് കാണണ്ടെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഇനി അത് തെറ്റായിട്ട് കാണുകയാണ്, ഇപ്പോൾ മെഹഫൂസ് പറയാണ് ഞാൻ അങ്ങനൊന്നുമില്ല, ഞാൻ എൻ്റെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കൂല എന്നൊക്കെ പറയാൻ, നീ അങ്ങനെ ജീവിച്ചൊരു കുഴപ്പമില്ല കേട്ടോ. ആ പറയേ മെഹഫൂസ്, പറ. അപ്പോ അല്ലേ കേക്ക്? ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിനെല്ലാം വിളിച്ചിട്ട് വീട്ടിൽ നിന്ന് കേക്ക് മുറിക്കല് അങ്ങനത്തെ ഒന്നും പാടില്ല. ഹറാമല്ല, ചെയ്ത തെറ്റൊന്നുമല്ല, ഹറാമല്ല അതൊന്നും കേട്ടോ. അതിൽ നീ കള്ളൊന്നും കൊടുക്കണില്ലല്ലോ, കേക്കല്ലേ. ഏ തെറ്റായിട്ടൊന്നും കാണണ്ട കേട്ടോ. ഹറാമാക്കി അതിനെ കാണരുത്. പക്ഷെ അതൊന്നും നല്ലതല്ല. നീ ബർത്ത്ഡേക്ക് ആക്കണ്ടടാ. മെഹഫൂസിന് ഒരു കാര്യം ചെയ്തോ, ബർത്ത്ഡേ എന്നുള്ള ടോപ്പിക്ക് വിട്ടിട്ട് മെഹഫൂസിന്റെ മൊത്തം ക്ലാസ്സിലെ ഫ്രണ്ട്സിനെ വിളിച്ച് ഒരു ദിവസം സൽക്കരിച്ചോ, മിഠായിയോ നല്ല മന്തിയോ അൽഫാമോ ബ്രോസ്റ്റൊക്കെ വാങ്ങി അവർക്ക് തിന്നാൻ കൊടുക്ക്. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൽ ബർത്ത്ഡേ ആയിട്ട് ഇവന്റ് ആക്കണം എന്ന് അഭിപ്രായമൊന്നുമില്ല. അതിൽ ബർത്ത്ഡേ ഏത് ഡേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നിങ്ങൾ ബർത്ത് ശരിക്കും നടക്കുന്നത് ഉമ്മാന്റെ വയറ്റിൽ നിന്ന് പുറത്ത് വന്ന ദിവസമല്ല. നിങ്ങൾ ഉമ്മാന്റെ വയറ്റിൻ്റെ ഉള്ളിൽ 9 months അവിടെ താമസിച്ചിട്ടുണ്ട്. അതിലൊരു 7 months നിങ്ങൾ ജീവനോടെ റൂഹോട് കൂടിയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളെ ബർത്ത്ഡേ ഏതാന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആ ബർത്ത്ഡേ നിങ്ങൾക്ക് ആഘോഷിക്കുന്നത് ശരിക്കും മീനിങ്ലെസ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ വേറൊരു കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ശരിക്കും ഡെത്ത് ഡേയിലേക്കുള്ള ഒരു ഇയർ കഴിയല്ലേ. നമുക്ക് ശരിക്കും സങ്കടമല്ലേ വേണ്ട അന്ന്? സന്തോഷിക്കേണ്ട ദിവസമല്ലല്ലോ അത്. അള്ളാഹു തന്ന നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു 40 years ജീവിക്കുകയാണെങ്കിൽ, നമ്മൾ 40ാമത്തെ വയസ്സിൽ മരിക്കുന്ന ആളാണെങ്കിൽ അതിൽ 10 കൊല്ലം നമ്മൾ ഉറങ്ങുകയാണ്. ബാക്കി 30 കൊല്ലത്തിലെ ഒരു വർഷം നമ്മുടെ ലൈഫിൽ നിന്ന് കഴിഞ്ഞു പോവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സങ്കടപ്പെടേണ്ട ദിവസമാണത് അല്ലേ? ഒന്നുകൂടി നമ്മളെ പറ്റി ആലോചിക്കേണ്ട ദിവസമാണത്. ഓക്കെ, റീതിങ്ക് ചെയ്യേണ്ട, നമ്മുടെ കഴിഞ്ഞുപോയ ജീവിതത്തെ പറ്റി റീതിങ്ക് ചെയ്യേണ്ട സമയമാണത്. റൈറ്റ്? ഓക്കെ, അതൊക്കെ പോട്ടെ. ബർത്ത്ഡേ ആഘോഷിക്കണം. നിങ്ങളുടെ സിബ്ലിങ്സിനോട് നിങ്ങൾ സ്നേഹിക്കാറുണ്ടോ? സ്വന്തം അനുജന്മാരോടും വീട്ടിലുള്ള ജ്യേഷ്ഠാനുജന്മാരോടും സ്നേഹമുള്ളവർ കൈപൊക്ക്. സിബ്ലിങ്സിനോട്, വീട്ടിലുള്ള അനിയന്മാരോടും കാക്കനോടും താത്തനോടും സ്നേഹമുള്ളവരൊക്കെ, എല്ലാവരും സ്നേഹമുള്ളവരാണല്ലോ. ശരി, ക്വസ്റ്റ്യൻ, നിങ്ങൾ ഈ സ്നേഹം കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത് അവർക്ക് വേണ്ടിയിട്ട്? പറ, ആൻസർ പറ. അവർക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? സൽമാൻ, സാലിഫിൻ എന്താ നീ ചെയ്യുക? ഹോംവർക്ക് ചെയ്ത് കൊടുക്കും, പിന്നെ മുട്ടായി ഇട്ടുവാണെങ്കിൽ പകുതിയാക്കി കൊടുക്കും. അയ്യോ, ഹോംവർക്ക് എന്തിനാ ചെയ്ത് കൊടുക്കുന്നത്? അത് അവൻ്റെ വർക്കല്ലേ. അവനക്ക് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നു, ഹോംവർക്കിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും നമ്മൾ. പിന്നെ തെറ്റ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. ചില സമയത്ത് കുട്ടികൾ ഖുർആൻ ഓതുമ്പോൾ ഹിഫ്ള് പഠിപ്പിക്കുക, അനിയമ്മ അടുത്ത് വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാണാം. നിങ്ങൾ അവനെ ബുദ്ധിമുട്ടാക്കരുത് കേട്ടോ. ഹെൽപ്പ് ചെയ്യാം. റൈറ്റ്? എന്താ നിങ്ങൾ സ്നേഹം കൊണ്ട് ചെയ്യാറുള്ളത്? ക്വസ്റ്റ്യന് ആൻസർ പോകണ്ട. ഹൈസൻ ഗ്ലാസ് കിച്ചണിൽ കൊണ്ടേക്കാൻ പറയും. കൊണ്ടുവയ്ക്കാൻ പറയുമ്പോൾ ചെയ്തു കൊടുക്കും. റൈറ്റ്, ഗുഡ്. എന്താ ചെയ്യല് സന? അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു അതന്നെ ചോദിച്ചു, എന്ത് കാര്യം? നമുക്ക് അത്യാവശ്യം എന്താ വേണ്ട അങ്ങനെയൊക്കെ. എന്താ ഒരു കാര്യം പറ.
കാര്യം പറ, അങ്ങനെ കോമൺ ആയിട്ട് പറഞ്ഞാൽ പോരാ. എൻ്റെ ചോദ്യം തന്നെ, നിങ്ങൾ എന്താ ചെയ്യണതെന്ന്. മഹഫൂസ് എന്താ ചെയ്യുന്നത്? മഹഫൂസ് എന്താ ചെയ്യുന്നത്? ഞാൻ ഫുഡ് ഷെയർ ചെയ്യും. ഫുഡ് ഷെയർ ചെയ്യും. ജൗഹർ എന്താ ചെയ്യുന്നത്? എനിക്ക് പോക്കറ്റ് മണി കിട്ടിയാൽ ഞാൻ അവൾക്ക് സാധനങ്ങൾ വാങ്ങിച്ചെടുക്കും. മിഠായി വാങ്ങി കൊടുക്കലുണ്ടോ? ആ ഓക്കെ. ഫാത്തിമ എന്താ ചെയ്യാ? എനിക്കിപ്പോ സ്കൂളിൽ നിന്ന് വല്ല മുട്ടായി കിട്ടിയാല് അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയാല് സിസ്റ്റേഴ്സ്ക്ക് എടുത്ത് വെക്കും. ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ക്വാളിറ്റിയാണ് കേട്ടോ. ഷെയർ ചെയ്യാനുള്ള മനസ്സുണ്ടാകുന്നതാണ്. വയംനഊനൽ മാഊൻ എന്ന് പറയുന്നുണ്ട് സൂറത്തു മാഊനില്. റഅയ്തല്ലദീൽ ലാസ്റ്റ് ആയത്ത് പറയുന്നുണ്ട്, ചെറിയ ഉപകാരം ചെയ്യാത്ത മനുഷ്യന്മാര് ചെറിയ ഹെൽപ്പ് പോലും ചെയ്യില്ല. ദുആ ചെയ്യാം. അള്ളാഹുവേ, നല്ല സ്നേഹമുള്ള മക്കളായിട്ട് വളർത്തണേ അല്ലാ. കൂടപ്പിറപ്പുകളോട് നല്ല രീതിയിൽ നല്ല ബന്ധവും നല്ല സ്നേഹവും ഇട്ട് തരണേ അല്ലാ. മരിക്കണത് വരെ ഏട്ടനും അനിയനും പിന്നെ ബന്ധുക്കളായിട്ട് തന്നെ സ്നേഹത്തോടെ രക്തബന്ധവും ഒക്കെ നിലനിർത്തി ജീവിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഇപ്പം ഞാനൊരു പ്രശ്നം സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നം സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു ജ്യേഷ്ഠനും അനിയനും തമ്മിലുള്ള പ്രശ്നം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എല്ലായിടത്തും ഇഷ്യൂസ് ഉണ്ട്. വലുതായാലേ ഇഷ്യൂ കൂടുക. നിങ്ങൾ ചെറുപ്പത്തിലേ നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കുക. അള്ളാഹുവേ, ഒരുപാട് നിയമത്ത് തന്നവരാണ് ഞങ്ങൾ, അല്ലേ? ഒരുപാട് നിയമത്ത് നീ തന്നു. വീട്, ഭക്ഷണം, വെള്ളം, വെളിച്ചം. അള്ളാഹുവെ, നന്ദിയുള്ള മനുഷ്യനായി ജീവിപ്പിക്കണേ അല്ലാ. നല്ലത് കാണാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. തെറ്റായ കാഴ്ചകൾ വരുമ്പോൾ കണ്ണ് താഴ്ത്താൻ അള്ളാഹുവെ അതിന് മനസ്സ് തരണേ അല്ലാ. അള്ളാഹുവെ, തെറ്റായ കേൾവി, തെറ്റായ കാര്യങ്ങൾ ഗീബത്തും നമീമത്തും ഒക്കെ പറയുമ്പോൾ അത് കേൾക്കാതിരിക്കാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ അല്ലാ. നല്ലത് സംസാരിക്കാൻ, നല്ലത് മാത്രം, ഉമ്മാനോടും ഉപ്പാനോടും വീട്ടിലുള്ളവരോടും ടീച്ചേഴ്സിനോടും ഫാമിലി എല്ലാവരോടും നല്ലത് സംസാരിക്കുന്ന നല്ലവരാക്കി ഞങ്ങളെ മാറ്റണേ അല്ലാ. നല്ലത് ചിന്തിക്കുന്നവരാക്കണേ അല്ലാ. അള്ളാഹു, എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഞങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ ഷിഫയാക്കി തരണേ അല്ലാ. വീട്ടിൽ നല്ല സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം നൽകണേ അല്ലാ. വീട്ടിലും നാട്ടിലൊക്കെ റഹ്മത്തും ബർക്കത്തും തരണേ അല്ലാ. ലോകത്തിൻ്റെ നാനാഭാഗത്തും പട്ടിണി അടക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു ഇവിടെയൊക്കെ വിശപ്പ് മാറ്റി കൊടുക്കണേ അല്ലാ. അള്ളാഹു, യുദ്ധമുഖത്തുള്ള രാജ്യങ്ങളുണ്ട്. യുദ്ധം ചെയ്യാൻ, യുദ്ധത്തിൻ്റെ ഇര സാധാരണക്കാരായ ആൾക്കാരാണ്. അള്ളാഹുവെ, യുദ്ധങ്ങളില്ലാത്തൊരവസ്ഥ ലോകത്ത് സമാധാനം കൊണ്ടുവരണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ രാജ്യം അയൽരാജ്യവുമായിട്ട് പാകിസ്ഥാനുമായിട്ടുള്ള അതൊന്നും കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ നല്ല സഹോദര്യത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അക്രമികൾ ആരാണെങ്കിലും അള്ളാഹുവെ അവരെ പരമാവധി ശിക്ഷ കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സഗീറ. اللهم رب ارحمهما كما ربيانا صغيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته. സലാം അടിക്കിയവർക്ക് ലീവ് ചെയ്യട്ടാ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം ഉസ്താദ്. വലൈക്കും സലാം. വലൈക്കും അസ്സലാം.